വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി നേതൃയോഗം വിളിച്ചു CPM. വിശാല കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് യോഗം. സെപ്റ്റംബർ 2, 3 തീയതികളിൽ ചേരുന്ന സെക്രട്ടേറിയറ്റിൽ കരട് റിപ്പോർട്ട് തയ്യാറാക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും നേരിയ അഴിച്ചുപണിക്കും സാധ്യത. വിശാല സംസ്ഥാന സമിതിയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. വിജിൻ വായാന്തോട് നൽകും വാർത്തയുടെ വിവരങ്ങൾ. വിജിൻ, CC റിപ്പോർട്ടിലടക്കം വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായ സ്ഥിതിക്ക് വിശാല സംസ്ഥാന സമിതി ഏത് രീതിയിലായിരിക്കും സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടും? നേരത്തെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും കേന്ദ്ര കമ്മിറ്റി അതിൽ വലിയ തിരുത്തലുകൾ വരുത്തുകയും ഒക്കെ ചെയ്ത ശേഷമാണ് കേരളത്തിലെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി പഠിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതിനായിട്ടാണ് സെപ്റ്റംബർ മാസം 13 മുതൽ 15 വരെ കോഴിക്കോട് ഒരു വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിലേക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനും ആണ് ഇപ്പോൾ സംസ്ഥാന നേതൃയോഗങ്ങൾ വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. 2, 3 തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോൾ അതിൽ ഈ റിപ്പോർട്ടിനുള്ള കരട് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുക. അതിനുശേഷം 7, 8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ഈ കരട് റിപ്പോർട്ടിന് അംഗീകാരം നൽകുക. അതിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ഒക്കെ വരുത്തി അതിൽ അന്തിമമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക സംസ്ഥാന കമ്മിറ്റിയാണ്. ഈ റിപ്പോർട്ടായിരിക്കും വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുക. എന്തായാലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ രേഖപ്പെടുത്തിയതാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു. സംസ്ഥാന സമിതി നൽകിയ റിപ്പോർട്ടിൽ പല ഭാഗങ്ങളും മാറ്റിയിരുന്നു. നേതൃത്വത്തിന് പലതരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ട്, പിശകുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു നിലവിൽ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി പിന്നീട് അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ പുതിയ റിപ്പോർട്ടിന്റെയും കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വിശകലനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടായിരിക്കും എന്തായാലും ഇനി അത് വിശാല കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ വർഗ ബഹുജന സംഘടനാ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അവരുടെ പ്രവർത്തന ശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റേണ്ട എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തമായ രൂപരേഖയായിട്ടായിരിക്കും അത് അവതരിപ്പിക്കുക. അതിനുശേഷം ഏരിയ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, വർഗ ബഹുജന ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടുന്ന സംസ്ഥാന കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമമായ ചർച്ചകൾക്ക് ശേഷം എങ്ങനെയാണ് തിരുത്തൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. അതിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും സെക്രട്ടേറിയറ്റ് അംഗങ്ങളിലും ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു ചർച്ചകൾ CPM-നകത്ത് തന്നെ ഇപ്പോൾ നിലവിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന നേതാക്കളെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിക്കണം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തിക്കണം. അതിൽ P. രാജീവ്, MP. രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ പേരുണ്ട്. P. രാജീവ് ഒരുപക്ഷെ LDF-ന്റെ കൺവീനറായി വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ MP. രാജേഷിനെ പോലുള്ള കുറച്ചുകൂടി ചടുലമായി ഇടപെടാൻ കഴിയുന്ന ആളുകളെ സെക്രട്ടേറിയറ്റിൽ എത്തിക്കണമെന്നുള്ള അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട്. അങ്ങനെ നിലവിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി കൃത്യമായ ഒരു മേൽനോട്ടത്തിൽ നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയാണ് നടക്കുക. അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും CPM തയ്യാറാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി വിജിൻ.